ആമസോൺ സെയിലും ബിഗ് ബില്യൺ സെയിൽസും ഒക്കെ കഴിഞ്ഞ് ഫോണിൻ്റെയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട്സ് ഒക്കെ അപ്പോഴത്തെ ഡിസ്കൗണ്ട്സ് അല്ല, ഇപ്പോൾ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് വിലയെല്ലാം. അപ്പോൾ അങ്ങനെ കഴിയാറായി. ഈ മേടിക്കാൻ പറ്റാത്തവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ മാസം അടിപൊളി കുറേ ഫോൺസുകൾ വരുന്നുണ്ട്, കുറേ അപ്കമിങ് ലീക്സുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് ഗാഡ്ജറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സാംസങ്ങിൻ്റെ S25 സീരീസിൽ ഈ വർഷം ഗ്ലോബലി വരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളാണ്. അതൊരു വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഗ്ലോബലിൽ S25 അൾട്രയ്ക്ക് മാത്രമേ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഉള്ളായിരുന്നുള്ളൂ. ഈ വർഷം ഗ്ലോബലിലെ എല്ലാ വേരിയൻറ്റിലും S25ന്, S25 പ്ലസിനും, S25 അൾട്രയ്ക്കും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കാര്യം, ഐഫോൺസൊക്കെ എല്ലാവരും 16 ഒക്കെ മേടിച്ച് ബീറ്റ് ചെയ്യാൻ, അതിനെ ബീറ്റ് ചെയ്യാൻ ഒരു സാധനം വരുന്നുണ്ട്. ബയോണിക് 18 പ്രോയെ ബീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 8 Gen 4 വരത്തില്ല. അതിന് പകരം 8 Elite എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. ഈ ലാപ്ടോപ്സിനൊക്കെ വെച്ചേക്കുന്ന പ്രോസസ്സർ അത് X8 ആണ്. ഇത് 8 Elite ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം ഭയങ്കര പവർഫുൾ പ്രോസസ്സറാണ്. 31 lakhsോളം ഉണ്ട്. 31.4 lakhോളം ആൻറ്റി ബെഞ്ച് മാർക്ക് സ്കോർ വരുന്ന ഒരു ഫോണാണ് വരുന്നത്. നമുക്ക് 2 times ഫാസ്റ്റർ ദാൻ A18 Pro ബയോണിക് ചിപ്പിനേക്കാളും 2 times ഫാസ്റ്റർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരാൻ പോവാണ് ഈ പ്രാവശ്യം. ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ. ഇപ്രാവശ്യം സ്നാപ്ഡ്രാഗണിന് വളരെ ഹീറ്റ് കുറവാണ്. പിന്നെ കൂളിംഗ് സിസ്റ്റം അവരോട് കാണും. കൂളിംഗ് സിസ്റ്റം ഒക്കെ കാണും. ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകൾ നോക്കാം. സ്നാപ്ഡ്രാഗൺ X8 എന്ന പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് October 23 തന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. അന്ന് തന്നെ കുറേ ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. X8ന്റെ ലോഞ്ച് ഇവന്റും അന്ന് തന്നെ ആയിരിക്കും. ആദ്യം വരാൻ പോകുന്ന ഷവോമിയുടെ 15 എന്ന് പറഞ്ഞ ഫോണിലായിരിക്കും വരാൻ പോകുന്നത് ലോഞ്ച് ഇവന്റ്. അന്ന് തന്നെ OnePlusന്റെ 13 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയിരിക്കും ലോഞ്ച് ഇവന്റിൽ ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലാണ് ഇത് രണ്ടും ഇറങ്ങാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴേ വരത്തില്ല, മിക്കവാറും ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് വരത്തുള്ളൂ. ഈ വർഷം വരാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇനി മിക്ക ഫോൺസിൽ ഈ വർഷം എഡ്ജ് ഡിസ്പ്ലേ കാണത്തില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേയിലോട്ട് മാറുവാണ് ടെക്നോളജി എല്ലാം. അപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലോട്ട് മാറുവാണ്. ഇനി ബഡ്ജറ്റ് ഫോണിൽ ഇനി 2K ഡിസ്പ്ലേ വരാം. ബഡ്ജറ്റ് ഫോണുകൾ തൊട്ട് ഇനി 2K വരും. അപ്പോൾ 4K ഡിസ്പ്ലേയിലോട്ട് ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളെല്ലാം മാറി തുടങ്ങും ഈ വർഷം എന്തായാലും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ വർഷം ട്രെൻഡ് വരാൻ പോകുന്നത്. ഈ വർഷത്തെ ഷവോമി 15 വരാൻ പോകുന്നത് 1.5K റെസൊല്യൂഷൻ്റെ AMOLED പാനലാണ്. ഫ്ലാറ്റ് AMOLED പാനലാണ് ഈ വർഷം വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഫ്ലാറ്റ് ആയിരുന്നു, ഈ വർഷം ഫ്ലാറ്റ് AMOLED പാനലാണ് വരാൻ പോകുന്നത് 14. പിന്നെ ട്രിപ്പിൾ ക്യാമറയാണ്. 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി. പ്രോസസ്സർ പറയണ്ടല്ലോ, 8 Elite എന്ന് പറഞ്ഞ പ്രോസസ്സർ. ഇത് ചൈനയിൽ ഇറങ്ങുമ്പോൾ ഒരു 52,000 ആ റേഞ്ചിലൊക്കെ വരും. നമ്മുടെ ഇന്ത്യയിൽ വരാൻ പോകുമ്പോൾ ഇപ്പോൾ ഷവോമി 14 ഇട്ടേക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 70,000 രൂപയായിരുന്നു ഈ വർഷം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ വർഷം. ഈ വർഷം ഇത് വരുമ്പോഴും എന്തായാലും 70,000 രൂപ തന്നെ ആയിരിക്കും. അങ്ങ് ചൈനയിൽ അടുത്തൊരു ഫോൺ കൂടെ ഇറങ്ങുന്നുണ്ട്. ഗ്ലോബലി പിന്നെ വരത്തുള്ളൂ, ജനുവരി ഫെബ്രുവരി മാർച്ചിനുള്ളിൽ വരും. OnePlusന്റെ 13 സീരീസ് വരുന്നുണ്ട്. OnePlus 13 വരുന്നുണ്ട്. ഭയങ്കര ഡിസൈൻ വ്യത്യാസത്തിലാണ് വരുന്നത്. പിടിക്കുന്നുണ്ട്. സൈഡിലോട്ട് ക്യാമറ ഒന്ന് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നി. പുതിയൊരു ഡിസൈൻ ലീക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഡിസൈൻ തന്നെയാണ് വരാൻ പോകുന്നത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ OnePlus ഈ പ്രാവശ്യവും എഡ്ജ് ഡിസ്പ്ലേ പിടിച്ചിട്ടുണ്ട്. 2K ഡിസ്പ്ലേ തന്നെ കാണും, വയർലെസ് ചാർജിങ് കാണും, ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത്. അങ്ങനെ X8ന്റെ പ്രോസസ്സർ എല്ലാം കൊണ്ടും ഒരു ഓക്സിജൻ വോയിസ് എന്ന് പറയണ്ട, കളർ വോയിസിൽ ആർട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടായിരിക്കും ഈ വർഷം വരുന്നത്. ഓക്സിജൻ വോയിസ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ചൈനയിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന വേരിയൻറ്റിൽ കളർ വോയിസ് ആണ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വരാൻ പോകുന്നു. നമുക്ക് ഈ വർഷം ആപ്പിൾ ഒരു സാധനം കൊണ്ടുവന്ന് എല്ലാവരും അത് കൊണ്ടുവരും എന്ന് നമുക്ക് അറിയാമല്ലോ. ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കഴിഞ്ഞ വർഷം വന്നല്ലോ. അത് ഓൾറെഡി സാംസങ് പണ്ട് S10 ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുള്ളവർക്കറിയാം, കണ്ടവർക്കറിയാം. അതിലൊരു എക്സ്റ്റേണൽ ബട്ടൺ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിസ്മി എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. നമുക്ക് സാംസങ്ങിൻ്റെ സിറി, ആപ്പിളിൻ്റെ സിറി, ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു സാധനം ആൻഡ്രോയിഡിൽ വന്നിരുന്നു, ബിസ്ബി എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബിസ്ബി ആക്സസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്ന് ആ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്തത്. പിന്നെ അവർ Note 20 Ultra ഒക്കെ വന്ന സമയത്ത് പിന്നെ ഇങ്ങോട്ട് ആ ഒരു ബട്ടൺ അങ്ങ് റിമൂവ് ചെയ്തായിരുന്നു. ഇപ്പോൾ ആപ്പിൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ക്യാമറ ബട്ടണും കൊണ്ടുവന്നു. ഇപ്പോൾ പക്ഷേ ആൻഡ്രോയിഡിൽ ഒരു എക്സ്ട്രാ ബട്ടൺസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വട്ടത്തെയാണ് ഈ വർഷം എല്ലാവരും കോപ്പി അടിക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ ബട്ടൺ പോലെ ഒരു സീരീസിൽ ഒരു ക്വിക്ക് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഇനി വരുന്ന കുറച്ച് ഫോണുകളിലെല്ലാം നമുക്ക് ഈ ബട്ടണുകൾ ഇനി കാണാം. എന്ത് കാണിക്കുന്നു അതേ രീതിയിലാണ് മറ്റുള്ള ഫോൺ കമ്പനികൾ പോകുന്നത്. അതിനൊരു ഉദാഹരണം നമുക്ക് ഉദാഹരണം പറയാവുന്നൊരു കാര്യം അതിൻ്റെ ഡിസൈനുകൾ. ഈ വർഷം S25 സീരീസിൽ നമുക്ക് ആപ്പിളിൻ്റെ 16 Pro Maxൻ്റെ ഒരു കോപ്പി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ക്യാമറ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വർഷത്തെ ആ ഷാർപ്പ്നെസ് ഒഴിവാക്കിയിട്ട് അവർ അവിടെ കെർവാക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ വർഷം മറ്റേ S24 അൾട്രയിൽ ഷാർപ്പ് എഡ്ജായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം അത് കുറച്ചുകൂടെ റൗണ്ടർ ആക്കിയിട്ടുണ്ട്. പിന്നെ
16 Pro Maxൻ്റെ അതേ സൈസിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഹൈറ്റ് കുറയ്ക്കുന്നുണ്ട് ഈ വർഷം. കാരണം നമുക്ക് ഇങ്ങനെ നോക്കാം, ജനുവരി ഫെബ്രുവരിയിലായിരിക്കും. പിന്നെ വില എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 70 to 75K കാരണം ഈ വർഷം വില ഇച്ചിരി കൂടും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിൻ്റെ S24 FE എന്ന് പറഞ്ഞ സീരീസ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ മാസം ലോഞ്ച് ചെയ്തായിരുന്നു. ഈ സെയിലിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു ഫോണ്, പക്ഷേ വെളിയിൽ ലോഞ്ച് ചെയ്തു. ഈ നമ്മൾ വെച്ചാൽ ആമസോൺ സെയിലൊക്കെ S24 FE നല്ല ഡിസ്കൗണ്ടിൽ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. ഇനി വരുമായിരിക്കും, അവസാനത്തോടുകൂടി ചിലപ്പോൾ സെയിൽ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൈസ് ഇട്ടേക്കുന്ന 60,000 രൂപയാണ്. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ കിടപ്പുണ്ട്, സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. S24 FE നമുക്ക് എക്സിനോസിൻ്റെ 2400 ആണ് വരുന്നത്, ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഈ വർഷം എല്ലാവരും കുറ്റം പറയാത്തൊരു കാര്യമായിരുന്നു എക്സിനോസിൻ്റെ ആ ഹീറ്റിംഗ് ഇഷ്യൂ പ്രോബ്ലം അവർ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഈ പണ്ടൊക്കെ ഹീറ്റിംഗ് കാരണം നമുക്ക് ആ ഫോണിൻ്റെ പെർഫോമൻസ് ഡൗൺ ആവുമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അറിയാമല്ലോ, AMD ആയിട്ട് കൊളാബ് ചെയ്തിട്ടാണ് സെയിം പെർഫോമൻസ് നമുക്കിവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. കുറച്ചുകൂടി എഡ്ജ് കുറച്ചിട്ടുണ്ടെങ്കിലും താഴെ നല്ല രീതിയിൽ ബസൽസ് കൂട്ടിയിട്ടുണ്ട്. അവർ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ അല്ലെന്ന് കാണിക്കാൻ വേണ്ടി അവർ നല്ല രീതിയിൽ ബസൽസ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയും വില കൊടുത്ത് നമ്മൾ എടുക്കുമ്പോൾ ബസൽസ് ഭയങ്കര കൂടുതലാണ്. ക്യാമറ നമുക്ക് പറഞ്ഞിട്ടുള്ള അടിപൊളി ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ, 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ കൂടെ ഉണ്ട്. 12 മെഗാ പിക്സലിന് 2x കാണും, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ കാണും. ഇത്രയും ക്യാമറ വെച്ച് നോക്കുമ്പോൾ അടിപൊളി. 45 വാട്ടിൻ്റെ ചാർജ് സപ്പോർട്ടുണ്ട്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം ഓൾ റൗണ്ടർ പാക്കേജ് എന്ന് പറയാം. സെയിം നമുക്ക് S23 സീരീസിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഗോറില്ല വിക്ടസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും അത്യാവശ്യം ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുള്ളൂ എന്നൊരു നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് പറയാം. എന്നാലും ഓക്കെ. പിന്നെ 1 UI 7 AI ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അറിയാമല്ലോ, എല്ലാം S23 FEയിൽ വന്നിട്ടുണ്ടെന്ന് AI ഫീച്ചർ, അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും ഓക്കെ. നിങ്ങൾ അടുത്ത വർഷം സെയിലിനൊക്കെ വരുമ്പോൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്നാലും എക്സിനോസ് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഒരു വർഷം 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് സ്ലോ ആവാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. കാരണം എക്സിനോസിൻ്റെ പഴയ സീരീസുകൾ അങ്ങനെ ആയിരുന്നു. ഓക്കെ, S25 കുറിച്ച് നോക്കാം. S25 സീരീസുകൾ വരാൻ പോകുന്ന അൾട്രയിൽ നമുക്ക് ഈ പ്രാവശ്യം ഫോൾഡ് വന്നില്ലേ, ഫോൾഡ് 5 സീരീസ് വന്ന്, ഫോൾഡ് 6 സീരീസ് വന്നില്ലേ, ആ സീരീസ് വന്ന അതേ ക്യാമറ മൊഡ്യൂൾ, അതേപോലത്തെ കറുപ്പിച്ച ക്യാമറ മൊഡ്യൂളാണ് വരാൻ പോകുന്നത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, മാറ്റാനില്ല. ബസൽസ് വളരെ കുറച്ച് തിന്നായിട്ടായിരിക്കും ഈ വർഷം വരാൻ പോകും. ജനുവരി ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് അല്ലെ ഫെബ്രുവരി സമയത്തേക്കായിരിക്കും S25 സീരീസുകൾ വരാൻ പോകുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, മെറ്റയുടെ ഒരു ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം മെറ്റ ഒറാൻ എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു ആപ്പിൾ വിഷൻ പ്രോ കില്ലറായിട്ട് വന്നേക്കുവാണ്. കാരണം ഹാൻഡിയാണ്. കാരണം വിഷൻ പ്രോയുടെ ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ ബൾക്കിനെസ്സും എല്ലാം കൊണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പ്രോട്ടോടൈപ്പായിട്ടാണ് ഒറാൻ വന്നേക്കുന്നത്. ഒരു ഗ്ലാസ് രീതിയിൽ നമ്മൾ റേബാൻ്റെ ഒക്കെ ഗ്ലാസ് വന്നിട്ടില്ല, പക്ഷെ അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ്, അതിൽ ക്യാമറ മാത്രമേ ഉള്ളായിരുന്നു. ഇതൊരു അഡ്വാൻസ്ഡ് സാധനമാണ് വരുന്നത്. നമുക്ക് വിഷൻ പ്രോയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേ പിഞ്ചസും പിഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇതൊരു പ്രോട്ടോടൈപ്പാണ്, എന്നത്തേക്ക് ഇറങ്ങും നടത്തില്ല. പക്ഷേ അതിനേക്കാളും വില കുറഞ്ഞ് നമുക്ക് വിഷൻ പ്രോ പോലത്തെ ഒരു സാധനം അവർ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും, വിലക്കുറവാണ്. പക്ഷേ ഇത് എക്സ്പെൻസ് ആയിരിക്കും, നല്ല രീതിയിൽ എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ബാറ്ററി എല്ലാം അതിൽ തന്നെ, പക്ഷെ എത്ര മണിക്കൂർ നിൽക്കുമെന്ന് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതൊരു പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണും നോക്കി ഇരുന്ന് ഇങ്ങനെ കണ്ണിലോട്ട് നോക്കിയിരുന്ന് കോങ്ങണ്ണാവാതിരുന്നാൽ മതി. കാരണം കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരും. കാരണം വിഷൻ പ്രോ ആയാലും കുറേ നേരം നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണിനൊക്കെ വേദന വരും. അപ്പോൾ എല്ലാവരും കണ്ണാടിയൊക്കെ വെക്കാൻ തുടങ്ങിക്കോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിനും ചികിത്സയുണ്ട്, കണ്ണാടി വെക്കാത്ത രീതിയിലാക്കാം. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടും ഇനി വരാൻ പോകുന്ന ടെക്നോളജികളെല്ലാം അങ്ങനെയാണ്. കണ്ണിനകത്തിലാണ് ഇനി കണ്ണിൻ്റെ അകത്ത് വരെ വെക്കുന്ന രീതി വരും ഇനി ഫ്യൂച്ചറിൽ. ഇപ്പോൾ കണ്ണാടി വരെ എത്തി. എന്തായാലും വിഷൻ പ്രോയുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോഴെല്ലാം ഓക്കെ, നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലൊരു ഗ്ലാസ് രീതിയിൽ വന്നേക്കുവാണ്. വിഷൻ പ്രോയുടെ ഡിസഡ്വാൻറ്റേജും അതായിരുന്നു. കാരണം ഇത്രയും ബൾക്കിനെസ്സും, പക്ഷെ അത്രയും ക്വാളിറ്റി കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാം കൊണ്ടും ഇപ്പോൾ കാണിച്ചേക്കുന്ന രീതിയിൽ നമുക്ക് വർക്കുകളും എല്ലാം ചെയ്യാം. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. കുറേ ന്യൂസുകളൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. ഇത്രയൊക്കെയുള്ളൂ പറയാൻ.